കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എടി, അമ്മയുടെ സത്യം പറ. അമ്മയ്ക്ക് അപ്പോഴത്തെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നുള്ളൂ അമ്മേ. ഇവിടെ വന്നിട്ട് എന്നോടൊന്നും പറഞ്ഞൂല്ല. ഞാനിത് വിശ്വസിക്കണം അല്ലേ? കുറച്ച് ദൂരത്തായതുകൊണ്ട് എനിക്കിപ്പോ അങ്ങോട്ട് വരാനും പറ്റില്ലല്ലോ. പ്രീതിയാണെന്ന് തോന്നല്ലോ ഫോണിൽ. ആര് പറഞ്ഞു അമ്മ ദൂരെയാണെന്ന്? അമ്മയെ ഞാൻ കൂടെ കൊണ്ട് നടക്കുക എന്റെ നെഞ്ചിനുള്ളിൽ. നെഞ്ചിനുള്ളിൽ ആക്കണ്ടടി, തലയെ കെട്ടിച്ചു വന്നോട് നടന്നാ മതി. അയ്യോ അമ്മ. ഇതെന്താടി, നീ ജനിച്ചപ്പോഴേ ഫോണ് കയ്യിലുണ്ടായിരുന്നോ? എപ്പോ നോക്കിയാലും ചെവി ചേർത്ത് പിടിച്ചിരിക്കുന്നത് കാണാമല്ലോ. പുറത്താരുമായിട്ടും ബന്ധം വേണ്ടെന്ന ഉപാധിയിലാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അത് അമ്മയായാലും കുഞ്ഞമ്മയായാലും. മനസ്സിലായോ? എടി, മനസ്സിലായോന്ന്? മനസ്സിലായി. വസുമതി എന്റെ എത്തിയെന്ന് തോന്നുന്നു. ഒരു 100 കൂട്ടം ജോലി കിടക്കുന്നു കിച്ചണില്. പോയി ചെയ്യടി. ജോലിയൊക്കെ ഞാൻ തീർത്തത് അമ്മ. പാത്രങ്ങൾ നിന്റെ അമ്മ വന്ന് കഴുകി വെക്കോ, പലിശക്കാരി സത്യഭാമ. നല്ല ഡോസ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിതാ, എന്താടി തരാൻ പറ്റില്ല നിനക്ക്? തരാൻ ഓടി എടി, പോകാൻ. ഉമ്മ, ഈ ജന്തുക്കൾക്കൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത്രയ്ക്ക് ദണ്ണമായിരുന്നെങ്കിൽ മകളെതിരെ ഇങ്ങോട്ട് വിട്ടത്. കെട്ടിപ്പോതിനടുത്ത് മടിക്കുത്തി വെച്ചാ പോരായിരുന്നോ? സത്യഭാമയുടെ ചെവിക്കുറ്റിക്ക് തന്നെ കിട്ടിയെന്ന് തോന്നുന്നു. ഇനിയുള്ളത് സുസ്മിതയുടെ ഊഴം. ആന്റി, എന്തു പറ്റി ആന്റി? ഏയ്, ഒന്നുമില്ല. മനസ്സിലായ ആന്റി? പ്രീതിയല്ലേ ഇപ്പൊ വിളിച്ചത്? കല്യാണം കഴിച്ച പെൺമക്കളെ വിളിക്കുമ്പോ സാധാരണ അമ്മമാർക്ക് എന്ത് സന്തോഷാണെന്നറിയോ? പക്ഷേ ആന്റിയുടെ മുഖം കണ്ടിട്ട് എനിക്കും കൂടി സങ്കടം തോന്നുന്നു. ഇതുപോലെ മക്കളെ കാണുമ്പോ സങ്കടപ്പെടുന്ന വേറൊരു മുഖം ഞാൻ കണ്ടിട്ടുള്ളൂ. ശാരദാമ്മയുടെ. മകളെ കല്യാണം കഴിപ്പിച്ച് അയച്ച ശേഷം പലതവണ ശാരദാമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു തവണയെങ്കിലും കണ്ണീരോടെ അല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടോ? അതിന്റെയൊക്കെ പിഴ ഒടുക്കിക്കൊണ്ടിരിക്കുക ആന്റി ഇപ്പോ. ആ, അയ്യോ, ദൈവം കണക്ക് തീർത്തെന്നോ വിധിയെന്നോ ഒന്നും ഞാൻ പറയില്ല കേട്ടോ. ഇത് ആന്റിക്കുള്ളൊരു കെണിയാ. ശാലിനി ഒരുക്കിയ കെണി. ഓരോ തവണയും അവളുടെ അമ്മയുടെ പൂങ്കണ്ണീർ ഇവിടെ വീഴുമ്പോ അവള് മനസ്സാ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ആന്റി, അതിന് പകരം വീട്ടാൻ. അതിനുവേണ്ടി അവള് പ്രീതിയെ ഒരു കരുവാക്കി. പുത്രി ദുഃഖം എന്താണെന്ന് ആന്റിയും കൂടെ ഒന്ന് അറിയണമല്ലോ. ശാലിനി ചരട് വലിക്കുമ്പോ ആടുന്ന ഒരു പാവയെ പോലെയാണ് പ്രീതി ഇപ്പോ. അതിന്റെ ഫലം ആ പാവ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
തന്റെ ഗർഭം കൂടി ഏറ്റെടുക്കാൻ ആത്മാർത്ഥത കാണിച്ച ശാലിനിയെ പ്രീതി എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അവളുടെ ആ ഏറ്റെടുക്കൽ പോലും കാപട്യമായിരുന്നെന്നാ എനിക്ക് തോന്നുന്നേ. താലികെട്ടിന്റെ സമയത്ത് കറക്റ്റായി തലകറങ്ങി വീഴാൻ അവള് പ്രീതിയോട് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നഷ്ടം ഉണ്ടായത് ആർക്കാ? എന്റെ ജീവിതം പോയത് സാരമില്ല. ആന്റിയുടെ മാനാഭിമാനങ്ങളല്ലേ അവള് പൊതുമധ്യത്തിൽ വലിച്ചു കീറിയത്. അതിന്റെ ആവർത്തനം തന്നെയല്ലേ ഇന്നും ഉണ്ടായത്. ശാരദാമ്മയുടെ വീട്ടിൽ വെച്ച് ദാമ്പത്യ പൂജ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ അപകടം മണക്കേണ്ടതായിരുന്നു ആന്റി. അർജുനേട്ടനെയും പ്രീതിയെയും പൂജയ്ക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം വസുമതി ആന്റിയോട് പറയാനുള്ള മര്യാദ കാണിക്കണ്ടേ ശാരദാമ്മ? ഇവിടെ വന്ന് വിഷ്ണുവേട്ടനെ ശാലിനിയെ മാത്രമല്ലല്ലോ അവര് ക്ഷണിച്ചത്, ഭാമാന്റെയും വിളിച്ചില്ലേ? ആ മര്യാദ എന്താ അവര് വസുമതി ആന്റിയോട് കാണിക്കാത്തത്? പകരം ആരോടും പറയാതെ വരണമെന്ന് അർജുനോടും പ്രീതിയോടും പറയുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വസുമതി ആന്റിക്ക് പകരം ആന്റിക്കായാലും ദേഷ്യം തോന്നില്ലേ? നിങ്ങൾ രണ്ടാളെയും ഞാൻ കുറ്റം പറയില്ല. നിങ്ങൾ രണ്ടുപേരെയും അവിടെ കൊണ്ടുവന്ന് പെടുത്തുകയായിരുന്നു ശാലിനി ചെയ്തത്. വസുമതി ആന്റി അങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ആരാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാണ്ടി. ആന്റിയെ പൂജയ്ക്ക് വിളിച്ചവർ തന്നെ. വസുമതി ആന്റി അവിടെ എത്തുമ്പോ അർജുനേട്ടനെയും പ്രീതിയെയും കണ്ട് ആടി പൊട്ടുമെന്ന് ശാലിനിക്കറിയാം. അതെല്ലാം പ്ലാൻ ചെയ്തത് ആന്റിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാ ആന്റിയെ പ്രത്യേകം ക്ഷണിച്ചോണ്ട് പോയത്. അല്ലാതെ ആന്റിയോടുള്ള സ്നേഹം കൊണ്ടാ. ആന്റി ഒരു പാവമായതുകൊണ്ട് അവളുടെ കുബുദ്ധികളൊന്നും തിരിച്ചറിയുന്നില്ല. ഇവിടെ ദോഷപരിഹാര പൂജയ്ക്ക് വന്നപ്പോ വള മോഷ്ടിച്ചതിന്റെ പേരിൽ ശാരദാമ്മയെ അപമാനിച്ചിറക്കി വിട്ടില്ലേ? അതിനുള്ള തിരിച്ചടിയാ ദാമ്പത്യ പൂജയിൽ ശാരദാമ്മയും ശാലിനിയും കൂടെ ആന്റിക്ക് തന്നത്. ഇതൊന്നും തിരിച്ചറിയുന്നില്ലാന്ന് ഭാവിച്ചാൽ അടികളിങ്ങനെ ഓരോന്നായി കിട്ടിക്കൊണ്ടിരിക്കും. പാമ്പിന്റെ പകയുള്ള ചില പെണ്ണുങ്ങളുണ്ട് ആന്റി. നോവിച്ചു വിട്ടാൽ വർഷം എത്ര കഴിഞ്ഞാലും അത് പിന്നാലെ വന്ന് കൊത്തും. ഞാൻ കണ്ടത് വെച്ച് അക്കൂട്ടത്തിലാ ശാലിനി. അവളെ ഇനി ഈ വീട്ടിൽ നിർത്തണോ വേണ്ടയോന്ന് ആന്റിക്ക് തന്നെ തീരുമാനിക്കാം. ഇവിടെ കൊന്ന് അടിച്ചു തൂത്ത് വൃത്തിയാക്കിയിടാൻ പറഞ്ഞതല്ലേ? അടിച്ചു തുടച്ചു തന്നെ ഇട്ടതാ. മരത്തെ നില വീഴണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇടി നീ വീടൊക്കെ തൂത്ത് തുടച്ചിട്ടോ? ഞാനല്ല, ശാരിക. അവളെ കൊണ്ട് ആ പണിയെല്ലാം ചെയ്യിച്ചിട്ടാ ഞാൻ വിട്ടത്. ആ ചിദംബരം മുതലാളി സുവർണയൊക്കെ ഇപ്പൊ ഇങ്ങെത്തും. സുവർണയുണ്ടോ കൂട്ടത്തിൽ? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, അവര് ഫാമിലി ആയിട്ട് വന്നതാ. അവരുടെ മണ്ണഞ്ചേരിയിലെ ഏതോ ബന്ധു വീട്ടില്. അവര് വന്നു. വണക്കം മുതലാളി. വണക്കം വണക്കം. വന്നാട്ടെ, അകത്തോട്ടിരിക്കാം. വന്നാട്ടെ. ഇത് താൻ വിജയലക്ഷ്മി, എന്നോട് തങ്കച്ചി, പയ്യനുടെ അമ്മ. വണക്കം അമ്മ. വണക്കം.
ഉക്കാരുങ്ക ഓ ഉക്കാരുങ്ക ഉക്കാര് ഉക്കാരുമാ രാജീവ് അവ ഉള്ള ഇരിക്ക ഉള്ള അകത്തുണ്ട് അകത്തുണ്ട്. ഓ അമ്മ ഇതെന്നോട് പൊണ്ടാട്ടി സെൽവി, ഇത് സുവർണ. അയ്യോ നമസ്കാരം. തങ്കക്കട്ടി പോലുണ്ട്. ഉക്കാരും കണ്ണ. ഓ രാജീവ് മോനെ വിളിക്കേ. ഞാൻ വിളിക്കാം. ഓ രാജീവേ ആ ഒന്നിങ്ങി വന്നേ. ആ ഇപ്പൊ വരും. വന്നല്ലോ. ഇതാ രാജീവ്. എടാ നീ ഇങ്ങ് വന്നേ. ഇരിക്കും മോനെ. ഇങ്ങോട്ടിരിക്കടാ. എടാ ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. മഹാറാണി ജുവലേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? തക്കലയിലെ. ആ അതിന്റെ ഉടമസ്ഥരാ ഈ ഇരിക്കുന്ന ചിദംബരം മുതലാളി. നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കാൽ കാശിന് പ്രയോജനമില്ലാത്തവളെ നീ അങ്ങ് കളഞ്ഞേക്ക്. ഇവര് വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇല്ല. നിനക്കൊരു കല്യാണാലോചനയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ. അതാ പെണ്ണ്. ചിദംബരം മുതലാളിയുടെ മകൾ സുവർണ. തക്കലയിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ ബ്രാഞ്ചായിട്ട് 5 or 6 ജുവലറികളുണ്ട് മുതലാളിക്ക്. നിന്റെ കാര്യത്തില് ഇങ്ങോട്ടൊരു താല്പര്യം പറഞ്ഞതാ മുതലാളി. മോളെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടായോ? ഇഷ്ടാകാതിരിക്കാൻ ന്യായമൊന്നുമില്ല. തങ്കക്കട്ടിയല്ലേ, തങ്കക്കട്ടി. ഇത് എനക്ക് തനി മകൻ. എന്നോட സമ്പാദ്യം, സ്വത്ത് എല്ലാമേ ഇവൾക്കുതാ. அது யாரு? ശരികവാ. ചിദംബരം മുതലാളിയെ പരിചയപ്പെടുത്തിയോണ്ട് എനിക്ക് മനസ്സിലായി. കൂടെയുള്ളത് ഭാര്യയാണെന്ന് തോന്നുന്നു. ആമാ തമ്പി. ഇത് എന്റെ ഭാര്യ ശാരിക. അമ്മ ചോദിച്ചില്ലേ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടോന്ന്? അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു എന്നെക്കാളും അഭിപ്രായം പറയാൻ യോഗ്യത ഇവക്ക, എന്റെ ഭാര്യ ശാരികയ്ക്ക്. എങ്ങനെയുണ്ടോ? നിനക്ക് ഇഷ്ടപ്പെട്ടോ?
എന്റെ അമ്മയമ്മാവനും കൂടി വളരെ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന ആലോചനയാണ്. എടോ പറ, ഇഷ്ടപ്പെട്ടോ? പോതും തമ്പി, എന്നെ ഇതെല്ലാം അത് മുതലാളി ചിദംബരം മുതലാളിക്കും മകക്കും എന്റെ അമ്മയ്ക്കും അമ്മാവനും എല്ലാം മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുക. ഈ നിൽക്കുന്ന പെണ്ണാണ് എന്റെ ഭാര്യ. ഇവളല്ലാതെ വേറൊരാളും ഉണ്ടാവില്ല രാജീവിന് ഈ ജന്മവും ഇനിയുള്ള ജന്മങ്ങളിലും. പൊന്നും പണവും എത്രയിട്ട് മൂടിയാലും. മുതലാളി ആയോഗ്യപ്പയലെ, ഇനി തനിക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാം. തന്തയ്ക്ക് പറക്കൈക തലേ ദിവസം പറഞ്ഞാ കൊള്ളാം. മനസ്സിലായോ? വാങ്ങോ. അല്ല മുതലാളി, പറയട്ടെ. ഓടോ. വാ. ഓർമ്മ വെച്ചോണം എന്റെ അമ്മയമ്മാവനും. വാ. അമ്മേ, ഈ ഗൗണാണോ ഞാൻ ലേഡീസ് ക്ലബിലെ പാർട്ടിക്ക് ഇട്ടോണ്ട് വരേണ്ടത്? അതെ, ഇത് പാർട്ടിക്ക് വേണ്ടി വാങ്ങിച്ചാണല്ലോ. എന്നിട്ട് ഇതൊന്നും അയൺ ചെയ്തിട്ടില്ല അമ്മേ. ആകെ ചുളുങ്ങി കൂടി കിടക്കുകയായിരുന്നു. ഇത് അയൺ ചെയ്ത് വെക്കാൻ ഞാൻ അവളോട് പറഞ്ഞാണല്ലോ. പ്രീതിയോടോ? അതിനൊക്കെ അവൾക്ക് എവിടുന്ന നേരം? എന്റെ അമ്മേ, അവൾ അമ്മയുടെ കണ്ണിൽ പൊടിയിടുക എന്ന് അമ്മയ്ക്ക് ഇതുവരെ പിടികിട്ടിയില്ലല്ലേ? അവൾ അവളുടെ തോന്നിവാസത്തിനാ നടക്കുന്നത്. ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലല്ലോ. അപ്പൊ പിന്നെ ഞാനോ? ഓ, അമ്മ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ കൂടെയല്ലേ അവള് ദാമ്പത്യ പൂജയ്ക്ക് പോയത്. എന്നിട്ട് അവൾ ഇവിടെ തിരിച്ചു വന്നപ്പോ ഒരക്ഷരം അമ്മ ചോദിച്ചോ? ഇല്ല. അപ്പോ അവൾ അതൊരു ലാക്കാക്കി. ഇപ്പോഴാണെങ്കി മൊത്തം സമയം ഫോണിലാ. എന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ ഇവിടെ ആരുമില്ല. അത്ര തന്നെ. നീ ഒന്ന് സമാധാനിക്ക്, ഞാൻ ചോദിക്കാം. ഇനി എപ്പോ? ദേ, ഇനി ഓരോ കാര്യം ചെയ്യാൻ അവളുടെ കൈയും കാലും പിടിക്കാൻ എനിക്കിനി വയ്യ. ഈ ഡ്രസ്സിന് ഞാൻ തന്നെ അയൺ ചെയ്തോളാം. എന്റെ കൈക്ക് സ്വാധീനക്കുറവൊന്നുമില്ല. എടി പിണങ്ങാതെ സമാധാനപ്പെട്, ഞാൻ ചോദിക്കട്ടെ അവളോട്. പ്രീതി, എടി പ്രീതി, പ്രീതി, എടി പ്രീതി. പ്രീതി, എന്താ അമ്മേ? ഞാനിപ്പോ വിളിക്കാം. നിന്റെ പേര് പ്രീതിന്ന് മാറ്റിയത് ഞാൻ അറിഞ്ഞില്ല. ഗസറ്റിലുണ്ടായിരുന്നോ പരസ്യം? അവളുടെ അഹങ്കാരം കണ്ടില്ലേ അമ്മേ? അമ്മ വിളിച്ചിട്ട് എത്ര നേരമായി? എന്നിട്ട് അവളുടെ തലവേട്ട ഇങ്ങോട്ട് കണ്ടോ? എന്താ അമ്മേ?